കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പരാജയം അവലോകനം ചെയ്യുന്ന CPIMന്റെ നിർണായക പോളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും. തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി അടുത്ത മാസം 2-ാം വാരം ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിന്റെ അജണ്ട തയ്യാറാക്കാനാണ് പോളിറ്റ് ബ്യൂറോ യോഗം ചേരുന്നത്. യോഗത്തിൽ പങ്കെടുക്കാൻ MA ബേബി, MV ഗോവിന്ദൻ എന്നിവർ ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞു. അവരുടെ പ്രതികരണങ്ങൾ ആദ്യം ഒന്ന് കാണാം. അഡ്വാൻസ് ചെയ്ത സെൽ കമ്മിറ്റി മീറ്റിംഗ് ആണ്. കാരണം 3 മാസത്തിലൊരിക്കലാണ്. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഫലം ബംഗാളിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് BJPയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് വന്നിരിക്കുന്നു. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് 10 വർഷക്കാല വളരെ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ നടത്തിയതിന് ശേഷം അപ്രതീക്ഷിതമായിട്ട് പരാജയപ്പെട്ടു. അതും ഒരു സാധാരണ പരാജയമല്ല, അസാധാരണമായൊരു തിരിച്ചടി കേരളത്തിലുണ്ടായി. അപ്പം അതുകൊണ്ട് താഴെത്തട്ട് വരെ പോയി പാർട്ടിയുടെ വിവിധ ഘടകങ്ങളിലെ സഖാക്കൾ സ്വതന്ത്രമായി ഈ സ്ഥിതിവിശേഷത്തെക്കുറിച്ച് അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞ് അതെല്ലാം രേഖപ്പെടുത്തി സംസ്ഥാന കമ്മിറ്റി യോഗം ബംഗാളിലും അതുപോലെ തന്നെ കേരളത്തിലും നടന്നു വിശദമായിട്ട് ചർച്ച ചെയ്യാൻ അങ്ങനെ തയ്യാറാക്കിയ റിപ്പോർട്ട് അത് ചർച്ച ചെയ്യുന്നതാണ്. ആ റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നത് അടുത്ത കേന്ദ്ര കമ്മിറ്റി യോഗത്തിനുണ്ട്. കേന്ദ്ര കമ്മിറ്റി ജൂലൈ മാസം. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ബൽറാം, പറഞ്ഞോളൂ. CPMന്റെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടനം അത് കഴിഞ്ഞ മാസം ചേർന്ന CPMന്റെ കേന്ദ്ര കമ്മിറ്റി അവലോകനം ചെയ്തിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ വിശദമായ ചർച്ചകൾ, അവലോകനങ്ങൾ എന്നിവ വേണമെന്നും തിരുത്തൽ നടപടികൾ ആവശ്യമാണ് എന്നുമുള്ള ഒരു വിലയിരുത്തലാണ് ഉണ്ടായത്. തുടർന്ന് വരുന്ന മാസം ജൂലൈ 11 മുതൽ 3 ദിവസത്തെ പ്രത്യേക കേന്ദ്ര കമ്മിറ്റി യോഗം ചേർന്ന് ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്ത് തിരുത്തൽ നടപടികൾ രൂപീകരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ആ കേന്ദ്ര കമ്മിറ്റി യോഗത്തിനുള്ള അജണ്ട തയ്യാറാക്കുക, ആ യോഗത്തിൽ അവതരിപ്പിക്കേണ്ട റിപ്പോർട്ട് തയ്യാറാക്കുക വേണ്ടിയാണ് ഇന്ന് പോളിറ്റ് ബ്യൂറോയുടെ യോഗം ചേരുന്നത്. ഇതിനു മുമ്പായി കഴിഞ്ഞ മാസങ്ങളിൽ താഴെത്തട്ട് മുതലുള്ള ചർച്ചകൾ നടന്നിരുന്നു. ആ ചർച്ചകളിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് സംസ്ഥാന ഘടകം വിശദമായ ചർച്ചകൾക്ക് ശേഷം ഒരു റിപ്പോർട്ടാക്കി ഇട്ടുണ്ട്. ആ റിപ്പോർട്ട് ഇന്നത്തെ യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മുന്നോട്ട് വയ്ക്കും. അതിനെ ആസ്പദമാക്കിയുള്ള ചർച്ചകളായിരിക്കും ഈ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ നടക്കുക. പ്രധാനമായും സംസ്ഥാനത്തെ തിരിച്ചടിക്ക് പല കാരണങ്ങൾ ഈ ചർച്ചകളിൽ ഉയർന്നു വന്നിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ റിപ്പോർട്ടിൽ നേതാക്കൾക്ക് വീഴ്ചകൾ പറ്റിയതായുള്ള വിലയിരുത്തലുണ്ട്. ഒപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയം, പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളായ തളിപ്പറമ്പ് അടക്കമുള്ള ഇടങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയം പാളിപ്പോയതായുള്ള വിലയിരുത്തലുകൾ ഉണ്ട്. ഇതോടൊപ്പം തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ പാർട്ടിക്ക് അകലാൻ ഇടയാക്കിയ സാഹചര്യങ്ങൾ, അത് വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശത്തെ, ന്യൂനപക്ഷങ്ങൾക്കെതിരായ പരാമർശത്തെ തള്ളിപ്പറയാത്തതും, ഒപ്പം തന്നെ ആഗോള അയ്യപ്പ സംഗമത്തിൽ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചതടക്കമുള്ള കാര്യങ്ങൾ ന്യൂനപക്ഷങ്ങളെ എതിരാക്കി എന്നുള്ള സ്വയം വിമർശനങ്ങൾ ഉണ്ട്. ഇതെല്ലാം തന്നെ ഇന്ന് സംസ്ഥാന സെക്രട്ടറി പോളിറ്റ് ബ്യൂറോയിൽ വെക്കുന്ന റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് ചേർന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.